അർജുനും ശ്രീതുവും തമ്മിൽ എന്തോ പിണക്കാണെന്ന് തോന്നുന്നു. രണ്ടുപേരും കാര്യമായിട്ട് മിണ്ടുന്നൊന്നുമില്ല. രണ്ടുപേരും പിണങ്ങി നടപ്പുണ്ട്. അവിടെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അവിടെ ലോയിഡിന്റെ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ശ്രീതു ഭയങ്കര വിഷമത്തിലായിരുന്നു. അവിടെ മകളായിട്ടാണ് നിന്നത്, അതുകൊണ്ട് കൂടുതലൊന്നും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അർജുന് ദേഷ്യം പിടിച്ചിട്ട് അർജുൻ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടെണ്ണം മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഈ രണ്ടെണ്ണത്തിന് വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ റസ്മിൻ ഇരുന്നുകൊണ്ട് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് വ്യക്തികൾ രണ്ട് സ്ഥലത്ത് രണ്ട് ധ്രുവങ്ങളിലായിരിക്കും. അപ്പോ ഈ രണ്ട് വ്യക്തികൾക്ക് ഒരാൾ ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെയാണ്, പിണക്കമൊക്കെ കൂടിയ ഒരാളാണ്, മറ്റൊരാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, എപ്പോഴും വാശി പിടിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും എപ്പോഴും വഴക്കിടും ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത്. പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് മിസ് ചെയ്യും. തല്ലൂടാൻ പറ്റുന്നില്ലല്ലോ, മിണ്ടാൻ പറ്റുന്നില്ലല്ലോ, വഴക്കിടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പൊ അവരുടെ ഫ്രണ്ട് വന്നിട്ട് ഈ വഴക്കുണ്ടാക്കുന്ന ഇപ്പോഴും ദേഷ്യക്കാരനായിട്ടുള്ള ആളെയും കൊണ്ട് മറ്റേ വ്യക്തിനെ കാണാനായിട്ട് പോവും. അങ്ങനെ അവിടെ വെച്ച് അവർ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അർജുൻ പറയുന്നുണ്ട്, എൻ്റെ പട്ടി പോവും എന്ന് പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ശ്രീതു പറയുന്നുണ്ട്, നീ പോടാ പട്ടി എന്ന് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ വിളിക്കുന്നുണ്ട്, നീ പോടി പട്ടി എന്ന് തിരിച്ചും വിളിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അതിലുപരി ഒന്നുമില്ല എന്നുള്ളത് ലൈവ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അർജുൻ അങ്ങനെ മോശമായിട്ട് ഇന്നേ വരെ ശ്രീതുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ശ്രീതു എന്ന് പലതവണ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ് എന്ന്. പക്ഷേ പലരും അവിടെ സൃഷ്ടിക്കുന്നത് അവിടെ ജബ്രികളുടെ കോംബോ പോലെയാണ്, അർജുൻ ശ്രീതു കോംബോ എന്ന് സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഇന്ന് ശരണ്യ വന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചിട്ട് അവിടെ ഔട്ടാക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്, അതിനാണ് നിങ്ങളെ രണ്ടുപേരും ഒരു റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ ശരണ്യ വന്ന് ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ശ്രീതു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, പ്രേക്ഷകർക്കറിയാം ഞങ്ങൾ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ഞങ്ങൾ അവരെ പോലെയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ശ്രീതു ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു അല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കുന്ന, ചെറുതായിട്ട് പിണങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭാവിയിൽ എന്താവുമെന്ന് അറിയില്ല എന്ന് റസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്.